എല്ലാവർക്കും എന്റെ സ്ക്രീൻ കാണാമോ? ഓക്കെ, ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് GSTയുടെ വെബ്സൈറ്റ് ഞാൻ ടൈപ്പ് ചെയ്യാം. gst.gov.in. ഇതാണ് GSTയുടെ വെബ്സൈറ്റ്. ഇപ്പൊ ഇതാണ് GSTയുടെ ഹോം പേജ്. ഇപ്പൊ GST റിട്ടേൺ ഫയലിംഗ് എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാല് ഇവിടെ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കാണാമോ? ഈ ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോ ഇതുപോലൊരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും. ഇതില് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ എല്ലാവർക്കും എന്റെ സ്ക്രീൻ കാണാമോ? ഓക്കെ. ഇപ്പോ GST പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ സ്ക്രീൻ ആദ്യം കാണുന്നത്. നിങ്ങൾ ഏതൊക്കെയാണ് റിട്ടേൺ ഫയലിംഗ് ചെയ്തിട്ടുള്ളത്, ഇതിൽ GSTR1 റിട്ടേൺ ഫയലിംഗിന്റെ ഡീറ്റെയിൽസും പിന്നെ ഇതിൽ GSTR3B റിട്ടേൺ ഫയലിംഗിന്റെ ഡീറ്റെയിൽസും കാണും. റിട്ടേൺ ഫയലിംഗ് ചെയ്തിട്ടുള്ളതെല്ലാം ഇങ്ങനെ ഗ്രീൻ കളറിലായിരിക്കും കാണുന്നത്, പെൻഡിങ് ഉള്ളതൊക്കെ ഓറഞ്ച് കളറിൽ കാണും. ഇപ്പോൾ ഈ ക്ലയന്റിന്റെ ഞാൻ എല്ലാം ജൂലൈ വരെയുള്ള 3B റിട്ടേൺ ഫയലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഗ്രീൻ കളറിൽ കാണുന്നത്. ഫയൽഡ് എന്ന് ഇങ്ങനെ കാണിക്കും. ഇപ്പോൾ എങ്ങനെ റിട്ടേൺ ഫയലിംഗിലേക്ക് പോവാന്ന് നോക്കാം. അതിന് ഒന്നാമത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ റിട്ടേൺ ഡാഷ്ബോർഡിന് താഴെ ഒരു ഓപ്ഷൻ കാണാം. അത് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്തിട്ടും പോവാം, അല്ലെങ്കിൽ സർവീസസിലേക്ക് പോവാം. എന്നിട്ട് നെക്സ്റ്റ് റിട്ടേൺസ് ഒരു ടാബ് കാണും, അതിലേക്ക് പോയാൽ റിട്ടേൺ ഡാഷ്ബോർഡ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിലും ക്ലിക്ക് ചെയ്യാം. മനസ്സിലാവുണ്ടോ? ഇതുവരെ ക്ലിയർ അല്ലേ? ഒന്നും കൂടെ ബാക്ക് എടുത്ത് കാണിച്ചു. ഓക്കെ. ഇപ്പോ റിട്ടേൺ ഡാഷ്ബോർഡിലേക്ക് എങ്ങനെ പോകേണ്ടത് എന്ന് കാണിക്കാം. സർവീസസിലേക്ക് പോവുക, എന്നിട്ട് റിട്ടേൺസ് എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ പോയാൽ ഇവിടെ റിട്ടേൺ ഡാഷ്ബോർഡ് കാണും. ക്ലിയർ അല്ലേ? ഓക്കെ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇതാണ് റിട്ടേൺ ഡാഷ്ബോർഡ്. ഇപ്പൊ ഇതില് ഫിനാൻഷ്യൽ ഇയർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഏത് ഇയറിലത്തെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ആദ്യം കാണുന്നത് ഫിനാൻഷ്യൽ ഇയർ. ഇപ്പോൾ 2014-15 ഫിനാൻഷ്യൽ ഇയർ ആണ് നടക്കുന്നത്, ആ ഇയറിലത്തെ സെലക്ട് ചെയ്യാം. പിന്നെ ക്വാർട്ടർ, ഒരു ഇയറിൽ 4 ക്വാർട്ടേഴ്സ് ഉണ്ടാവും, അതായത് 3 മാസമാണ് ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതില് ജൂലൈ ടു സെപ്റ്റംബർ ഒരു ക്വാർട്ടർ Q2. ഇപ്പൊ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 തൊട്ടാണ് സ്റ്റാർട്ട് ആവുക, മാർച്ച് 31 വരെ ഉണ്ടാവും. ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ. ഇതില് 4 ക്വാർട്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ഏപ്രിൽ ടു ജൂൺ Q1 ക്വാർട്ടർ, ഫസ്റ്റ് ക്വാർട്ടർ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ക്വാർട്ടർ, ക്വാർട്ടർ 2, ജൂലൈ ടു സെപ്റ്റംബർ സെക്കൻഡ് ക്വാർട്ടർ. ഇപ്പൊ ഞാൻ ഓഗസ്റ്റ് പീരിയഡ് മന്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സെർച്ച് കൊടുക്കുക, നിങ്ങൾക്ക് ഏത് മന്ത് ആണോ റിട്ടേൺ ഫയലിംഗ് ചെയ്യേണ്ടത് ആ മന്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സെർച്ചിന് കൊടുത്താൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇപ്പൊ GSTR1 റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നത് ഈ ടേബിളിലാണ്. ഇപ്പൊ ഇതിലെ ഡ്യൂ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഓഗസ്റ്റ് മന്ത് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റിലത്തെ റിട്ടേൺ ഫയലിംഗ് ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത്, അതായത് സെപ്റ്റംബർ 11th ആണ് GSTR1 റിട്ടേൺ ഫയലിംഗ് ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ്. ക്ലിയർ ആണോ? ഓക്കെ. ഓരോ മന്തിലത്തെ ഇങ്ങനെ 3 ഇത് കാണും. ഇനി ഒന്ന് 2B, 2A പിന്നെ 2B. ഓരോ മാസവും നിങ്ങൾക്ക് 2 റിട്ടേൺ ഫയലിംഗ് വീതം ചെയ്യാനുണ്ടാവും. അതിൽ ആദ്യത്തെ റിട്ടേൺ ഫയലിംഗ് GSTR1, പിന്നെ GSTR3B. അത് GSTR1 റിട്ടേൺ ഫയലിംഗ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 3Bയുടെ ഇത് ഓപ്പൺ ആയി കിട്ടുള്ളൂ. ഇപ്പൊ ആദ്യം ഇതിൽ 2 ഓപ്ഷൻ ഉണ്ടാവും, പ്രിപ്പയർ ഓൺലൈൻ പിന്നെ പ്രിപ്പയർ ഓഫ്ലൈൻ. 2 വിധത്തിൽ നിങ്ങൾക്ക് GST റിട്ടേൺ ഫയലിംഗ് ചെയ്യാം. അപ്പൊ ആദ്യം പ്രിപ്പയർ ഓൺലൈനിൽ എങ്ങനെ റിട്ടേൺ ഫയലിംഗ് ചെയ്യാന്ന് കാണിക്കാം. ആദ്യം പ്രിപ്പയർ ഓൺലൈൻ കൊടുക്കുക. ഇതുവരെ ക്ലിയർ ആണോ? സോറി. ഓക്കെ. ഇപ്പൊ GSTR1ന്റെ ഫോം ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം, നിങ്ങളുടെ GST നമ്പർ ഉണ്ടാവും, പിന്നെ ലീഗൽ നെയിം, ട്രേഡ് നെയിം, ഫിനാൻഷ്യൽ ഇയർ ഏതാണ്, ടാക്സ് പീരിയഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്, പിന്നെ സ്റ്റേറ്റസ് ഇതിൽ കാണിക്കും നോട്ട് ഫൈൽഡ്. ഇപ്പൊ റിട്ടേൺ ഫയലിംഗ് ചെയ്തിട്ടില്ല, ഇത് ഓഗസ്റ്റ് മന്തിലത്തെയാണ്. ഓഗസ്റ്റ് റിട്ടേൺ ഫയലിംഗ് ചെയ്താൽ നോട്ട് ഫൈൽഡ് എന്ന് കാണിക്കും. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈൽഡ് എന്താണോ നിങ്ങളുടെ സ്റ്റേറ്റസ് അത് ഇവിടെ കാണിക്കും, പിന്നെ ഡ്യൂ ഡേറ്റ് എന്താണോ അത്, ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ക്ലിയർ ആണോ?
ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് നിൽ റിട്ടേൺ ആണ് ഫയൽ ചെയ്യേണ്ടത് എങ്കിൽ, അതായത് ഇപ്പൊ ഈ ഓഗസ്റ്റ് മന്തിൽ ഒരു സെയിൽസ് നടന്നിട്ടില്ല എങ്കിൽ ഇവിടെ ഒരു ബോക്സ് കാണുന്നുണ്ടോ? ഉം. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ ഈ താഴെയുള്ള ടേബിളൊക്കെ പോവും. ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് നിൽ റിട്ടേൺ ഫയൽ ചെയ്യാം. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് സെയിൽസ് ഉണ്ട് എങ്കിൽ അപ്പം മാത്രമേ ഈ ടേബിളിലേക്ക് യൂസസ് വരുള്ളൂ. ഇത് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ ടേബിൾ B2B, അതായത് ബിസിനസ് ടു ബിസിനസ് സെയിൽസ്. ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ വേറൊരു രജിസ്റ്റേർഡ് പേഴ്സണിന് ഗൂഡ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് ബിസിനസ് ടു ബിസിനസ് സെയിൽസ് എന്ന് പറയും. ക്ലിയർ ആണോ? ഉം. ഓക്കെ, ഇപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇമ്പോർട്ട് EWB, ഇത് ഇ വേ ബില്ലിൽ നിന്ന് ഡേറ്റ ഡയറക്റ്റ് എൻറ്റർ ചെയ്യാനുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതില് ഇ വേ ബിൽ ഡേറ്റാസ് ഒന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കും. നിങ്ങൾ മാനുവലി എൻറ്റർ ചെയ്യുകയാണെങ്കിൽ ആഡ് റെക്കോർഡ്സ് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ആദ്യം നിങ്ങളുടെ റെസിപ്പിയന്റിന്റെ GST നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഈ ഇൻവോയ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഓ ഇത് GST ഇൻവോയ്സ് ആണോ നോർമൽ ഇൻവോയ്സ് ആണോ അറിയോ? GST. GST ഓക്കെ, B2B ആണോ B2C ആണോ? B2B ഓക്കെ, എങ്ങനെയാ മനസ്സിലാവണത്? രണ്ടും രജിസ്റ്റേർഡ് ആണ്. ഓക്കെ, കറക്റ്റ്. അത് IGST ബില്ലല്ലേ? അതെ, IGST ആണ്. അതായത് ഇത് നിങ്ങളുടെ നിങ്ങൾ എന്താണ് ചെയ്യുക, നിങ്ങളുടെ ഫ്രം അഡ്രസ് ഇവിടെ ഉണ്ടാവും. പിന്നെ ടു അഡ്രസ്സിൽ ഈ GST നമ്പർ ഉണ്ടെങ്കിൽ അത് ബിസിനസ് ടു ബിസിനസ് ബിസിനസ് ടു ബിസിനസ് സെയിൽസ് രണ്ടാളും രജിസ്റ്റേർഡ് ആണ്. നിങ്ങളുടെ GST IN ഇവിടെ ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ കസ്റ്റമറിന്റെ GST നമ്പർ ഇവിടെ ഉണ്ടാവും. പിന്നെ ഇത് സെയിൽ ചെയ്തിരിക്കുക തമിഴ്നാട്, കേരള ടു തമിഴ്നാട് IGST ട്രാൻസാക്ഷൻ ആണ് നടന്നിരിക്കുന്നത്. പിന്നെ ഇനിയൊരു വഴിയുണ്ട് ഇതറിയാൻ. ഈ സ്റ്റാർട്ടിംഗ് നമ്പർ GST നമ്പറിന്റെ സ്റ്റാർട്ടിംഗ് 2 ഡിജിറ്റ് 32 വെച്ച് സ്റ്റാർട്ട് ആവുന്നത് കേരള രജിസ്ട്രേഷൻ ആണ്. കേരളത്തിലത്തെ GST നമ്പറാണ് ഈ 32 വെച്ച് സ്റ്റാർട്ട് ആവുന്നത്. തമിഴ്നാടുടെ 33. ഓരോ സ്റ്റേറ്റിനും ഓരോ കോഡ് ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു GST നമ്പർ കണ്ടാൽ അതിന്റെ സ്റ്റാർട്ടിംഗ് 2 ഡിജിറ്റ് കണ്ടാൽ തന്നെ അത് ഏത് സ്റ്റേറ്റിലത്തെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ 33 വരുന്നത് തമിഴ്നാടിലത്തെയാണ്. അത് ഇനിയൊരു ഇത് നിങ്ങൾക്ക് അറിയാനുള്ള ഇനിയൊരു വഴി. അപ്പൊ ഇത് IGST ട്രാൻസാക്ഷന്റെ ഒരു ഇൻവോയ്സ് ആണ്. ഇപ്പൊ ആദ്യം ഈ റെസിപ്പിയന്റിന്റെ GST നമ്പർ നമുക്ക് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതില് റെസിപ്പിയന്റിന്റെ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുത്തു, GST നമ്പർ. ഇപ്പൊ റെസിപ്പിയന്റ് നെയിം ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ കാണിക്കും. പിന്നെ ഇൻവോയ്സ് നമ്പർ, ഇതിൽ ഇൻവോയ്സ് നമ്പർ ഏതാണ്, എവിടെയാണ് ഉണ്ടാവുക അറിയോ? നമ്പർ ഏറ്റവും മേലെ എഴുതിയിട്ടുണ്ടല്ലോ, yes. ഈ ബാർ. അതെ, ഇപ്പൊ ഇതിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം ഇൻവോയ്സ് നമ്പർ. ഓരോ പാർട്ടിയുടെ ബില്ലും അടിച്ചു കൊടുക്കണം. എന്താ? ഓരോ പാർട്ടിയുടേതും ഇങ്ങനെ അടിച്ചു കൊടുത്തോണ്ടിരിക്കണം. അത് നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷനിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? വേറെ ഓപ്ഷനില് നിങ്ങൾ ടാലി ഏതെങ്കിലും സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് ഡയറക്റ്റ് JSON ഫയലിലേക്കോ അല്ലെങ്കിൽ എക്സൽ ഫയലിലേക്കോ കൺവേർട്ട് ചെയ്യാം. അതല്ലേ നല്ല മെത്തേഡ്. അതെ, അങ്ങനെയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഇൻവോയ്സേ ഉള്ളൂ ഡയറക്റ്റ് മാനുവലി ചെയ്യണമെങ്കിൽ അതും ഒരു മെത്തേഡാണ്. അത് ഓഫ്ലൈൻ ടൂളിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ അത് പറഞ്ഞു തരാം എങ്ങനെയാ ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ സാർ പറഞ്ഞിരുന്നു അങ്ങനത്തെ മെത്തേഡുകളൊക്കെ അവസാനം പഠിപ്പിക്കും. ഇത് 1 by 1 ആയിട്ട് പഠിക്കും, അതിനൂടെ പോയാൽ മതി. ഈ മെത്തേഡ്സ് ഒക്കെ ലാസ്റ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ മാനുവലി ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതും കാണിച്ചു തരാം. അതും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതും പറഞ്ഞു തരാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ശേഷം നമുക്ക് ജെയ്സൺ ഫയലിൽ പോവാം. അതേപോലെ അങ്ങനെ പോയാൽ മതി, അല്ലെങ്കിൽ പിന്നെ ആ കൺഫ്യൂഷൻ ആവും. ഇതിന്റെ കൂടെ ഇതുമായിട്ട് കണ്ടിന്യൂ ആയിട്ട് പോവാം. ഓക്കെ, പിന്നെ ഇതിൽ നെക്സ്റ്റ് ഇൻവോയ്സ് സ്റ്റേറ്റ് കൊടുക്കണം. ഇൻവോയ്സ് സ്റ്റേറ്റ് ഇതാ ഇവിടെ ഉണ്ടാവും. ഇൻവോയ്സിന്റെ
1st ഓഗസ്റ്റ്. ഇത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഡേറ്റ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ അത് എവിടെയാ ഉണ്ടാവുക എന്നറിയോ? ഇതിൽ ഏതാണ് ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ? 52 അതെ, കറക്റ്റ്. 52,764. യെസ്, ഇത് ഇതാണ് ടാക്സബിൾ വാല്യൂ. ഇത് ഈ 44,000. ഇൻവോയ്സ് വാല്യൂ ഈ 52,764. ഇതാണ് ഇൻവോയ്സ് വാല്യൂ. ഈ വാല്യൂ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇത് നിങ്ങൾ നിങ്ങളുടെ ക്ലയന്റിന്റെ കസ്റ്റമറിന്റെ GST നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത ഉടനെ ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും. ഞാൻ പറഞ്ഞതുപോലെ ഈ 33 സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ തമിഴ്നാട് ആയിരിക്കും. ഇത് ഓരോന്നിലും നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അറിയാം. ഇൻവോയ്സിന്റെ ബില്ലിന്റെ എമൗണ്ട് ആയിരുന്നു. ഓക്കെ, ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ. ടോട്ടൽ വാല്യൂ എന്താണ് ഇൻവോയ്സിന്റെ ആ അമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് POS എന്ന് പറയുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ GST നമ്പറിൽ സ്റ്റാർട്ടിംഗ് നമ്പറിൽ തന്നെ ഓരോരോ സ്റ്റേറ്റിനും കോഡ് ഉണ്ടാവും. അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ക്ലയന്റിന്റെ കസ്റ്റമറുടെ GST നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതും ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ എടുക്കും. ഓരോ സ്റ്റേറ്റിനും ഓരോ കോഡാണ്, അത് ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോ 15 വന്ന മിസോറാം, ഒഡീസയുടെ 21, അങ്ങനെ ഓരോ സ്റ്റേറ്റിനും ഓരോരോ കോഡ് ഉണ്ട്. അതിപ്പോ തമിഴ്നാടുവിലാണ് സെയിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻവോയ്സ് ഈ 3 വെച്ച് തുടങ്ങുന്നത് കൊണ്ട് തമിഴ്നാടിന്റെ ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പോൾ അതിവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടാക്സബിൾ വാല്യൂ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ, ഇതിലെ ടാക്സബിൾ വാല്യൂ ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഏത്? ടാക്സബിൾ 44,705. അതെ, കറക്റ്റ്. ഇതാണ് ടാക്സബിൾ വാല്യൂ 44,715. ഇത് എത്ര പെർസെന്റേജ് ടാക്സ് ആണ്? 18. യെസ്, 18%. അപ്പോൾ ഇവിടെ 18%ന്റെ നേരെ ഈ ടാക്സബിൾ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുക. എത്രയായിരുന്നു? 44,715.45. ഇപ്പോൾ ഇവിടെ IGST അത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള സപ്ലൈ ആണ്. അപ്പോൾ അതുകൊണ്ട് IGSTയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ IGST വാല്യൂ എന്താണോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് റിഫ്ലക്റ്റ് ആവും. ഈ വാല്യൂ ഈ 18% ടാക്സ് എന്താണോ പേ ചെയ്യാനുള്ളത് അതിവിടെ നമ്മുടെ ടാക്സബിൾ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് റിഫ്ലക്റ്റ് ആവും. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി സേവ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓരോ എൻട്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സേവ് കൊടുക്കണം. ഇപ്പൊ ബാക്ക് പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ B2B സെയിലിൽ നിങ്ങൾ എന്താണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ഇതിന്റെ താഴെ ഒരു എൻട്രി ചെയ്തിട്ടുണ്ട്. ആ 1 ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇനി ഫുൾ ഇൻഡെപ്ത് പോകണമെങ്കിൽ ഈ ഇൻവോയ്സ് നമ്പറിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാം. ലാസ്റ്റ് ഫൈനൽ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ക്ലിയർ അല്ലേ? ഫൈനൽ സബ്മിഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത് 11th അല്ലേ? അതെ. ഇപ്പോൾ ഓഗസ്റ്റിന് റിട്ടേൺ ഫയലിംഗ് ചെയ്യേണ്ടത് സെപ്റ്റംബർ 11th എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് അല്ല, പിന്നെ ഒരു സർവീസുകാരായിട്ട് നമ്മളിപ്പോ ഒരു റെന്റ് സ്വീകരിക്കാം ഒരാൾ. അപ്പൊ അവർക്ക് GST നമ്പർ ഉണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യണ്ടേ? അത് ഇതേ മെത്തേഡ് തന്നെയാണോ ചെയ്യേണ്ടത്? അതെ, B2B തന്നെ. B2B അവർക്കും GST നമ്പർ ഉണ്ട്, നിങ്ങൾക്കും GST നമ്പർ ഉണ്ട്. നമുക്കും GST നമ്പർ ഉണ്ടോ? റെന്റ് റിസീവ് ചെയ്തോ? അതെ. നമ്മൾ GST അവരൊന്നും എടുക്കുന്നുണ്ട്, GST ഈടാക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ ഇൻപുട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്? അതെ. ആഡ് റെക്കോർഡ് കൊടുത്തിട്ട് നിങ്ങൾ ആർക്കാണോ റെന്റ് റിസീവ് ചെയ്യേണ്ടത് അവരുടെ നമ്പർ റെസിപ്പി ചെയ്യേണ്ടത്. നിങ്ങൾ ആർക്കാണോ റെന്റ് പേ ചെയ്യണതല്ലേ? അല്ല, നമുക്ക് റിസീവ് ചെയ്യുന്ന. ഓക്കെ. അപ്പൊ അവരുടെ റെന്റ് റിസീവ് ചെയ്യണതല്ലേ? റിസീവ് ചെയ്യുന്നത്. അതെ. അപ്പൊ നമ്മളെ ഇതില് അവർക്ക് GST ഉണ്ട്.
ഓക്കെ. അപ്പൊ അവരുടെ GST നമ്പർ കൊടുത്തിട്ട് ഇത് ആ. ഇൻവോയ്സ് നമ്പർ ഇൻവോയ്സ് ഡേറ്റ് കൊടുത്ത ആസ് യൂഷ്വൽ സെയിം ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അതേപോലെ തന്നെ അല്ലേ? അതിന് ഉം. വേറെ ഓക്കെ ഓക്കെ താങ്ക് യു. അല്ല മാഡം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. മേഡം എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞ ഈ റെന്റ് എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ ഗുഡ്സ് സർവീസ് അല്ലേ റെന്റ് എന്ന് അതെ, പറയുന്നത്? സർവീസ് ആണ്. GST അപ്പൊ പറയുന്നത് അത് ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പൊ അതും നമ്മുടെ ഈ വണ്ണിൽ തന്നെയാണോ ചെയ്യേണ്ടത്? അതും അതെ, GST അല്ല വന്നിൽ തന്നെ സെയിൽസ് സർവീസ് എന്തൊക്കെ വരുന്നുണ്ടോ അതെല്ലാം സർവീസ് GST വന്നിൽ തന്നെ ചെയ്യുന്നത്. സെയിൽസ് അല്ലേ പറഞ്ഞേ? സർവീസ് സെയിൽസ് ആവില്ലല്ലോ. സപ്ലൈ ആണ്. സപ്ലൈ സപ്ലൈ പ്രൊവൈഡ്, അതൊരു സർവീസ് നിങ്ങൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യല്ലേ ചെയ്യണത്. നിങ്ങൾക്ക് അപ്പൊ ഇൻകം അത് കിട്ടുന്നുണ്ട്. ഇപ്പൊ അതെ ആരാണോ റെന്റിന് നിങ്ങളുടെ പ്ലോട്ട് നിങ്ങൾ മറ്റൊരാൾക്ക് റെന്റിന് കൊടുത്തു എന്നല്ലേ പറയണത്? അതെ അതെ അതെ, നമ്മളെ പ്ലോട്ട് വേറെ റെന്റിന് കൊടുത്തു. ആ അപ്പൊ നമ്മളും GST ഉള്ളവരാണ്, അവരും GST ഉള്ളവരാണ്. അല്ല, അപ്പൊ GST അപ്പൊ അവര് വന്നില്ലേ കാണിക്കേണ്ടത്? നിങ്ങൾ റെന്റ് റിസീവ് GSR ചെയ്യുന്നുണ്ട്, അതെ, റെന്റ് നമ്മുടെ amount പ്രോപ്പർട്ടി റിസീവ് അവർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഒരു സർവീസ് അല്ലേ? സർവീസ് ആണ്. അപ്പൊ GST വന്നിലാണ് നമ്മുടെ പ്രോപ്പർട്ടി കാണിക്കേണ്ടത്. അവർക്ക് ഉപയോഗിക്കാൻ ഇപ്പൊ നമ്മള് കൊടുക്കുന്നത് ഒരു സർവീസ് ഗൂഡ്സ് ആയതുകൊണ്ട് സെൽ സർവീസ് ആയിട്ട് ചെയ്യുമ്പോ ഉപയോഗിക്കും. ഒരു സിമ്പിൾ കോൺസെപ്റ്റ് പറയാം. ഗൂഡ്സ് സെൽ ചെയ്തിട്ട് നിങ്ങൾ ക്യാഷ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്യാഷ് നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നുണ്ട്. അത് GST വന്നിൽ കാണിക്കുക. ഇപ്പൊ റെന്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്, പകരം റെന്റ് എമൗണ്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അത് എന്താണ്? സപ്ലൈ ആണോ ഇതാണോ? സർവീസ് അല്ലേ? അതെ, സർവീസ് നിങ്ങൾ സപ്ലൈ ചെയ്യാണ്, നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടുന്നുണ്ട്, ഇൻകം കിട്ടുന്നുണ്ട്. ക്ലിയർ ആയോ? അതായത് ഗുഡ്സ് ആയാലും സർവീസ് ആയാലും നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ GST വന്നിൽ കൊടുക്കണം. കറക്റ്റ് കാണിക്കണം. കറക്റ്റ്. മനസ്സിലാവുണ്ടോ? യെസ്. മാഡം അത് ഗവൺമെന്റ് ഏജൻസിക്കാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നെങ്കിൽ അവരുടെ ഡീറ്റെയിൽ ഓട്ടോമാറ്റിക് വരുമോ? ഡീറ്റെയിൽ GST നമ്പർ കൊടുത്താൽ ഏതിന്റെ ആയാലും വരും. ഓക്കെ. ഓക്കെ. മേഡം എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരോ? നമ്മള് ഓക്കെ. എഡിറ്റ് ചെയ്യണത് ഇപ്പൊ ഇതിൽ ആദ്യം ഇപ്പൊ ഞാൻ ഒരു എൻട്രിയെ കൊടുത്തിട്ടുള്ളൂ B2Bയിൽ. ആ ടേബിളില് വന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താല് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അപ്പൊ ഇതില് പ്രോസസ്ഡ് റെക്കോർഡ് ഉണ്ടാവും. ഇപ്പോ ഈ പെർട്ടിക്കുലർ GST നമ്പറിൽ ഒരു റെക്കോർഡേ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ സെയിം GST നമ്പറിൽ സെയിം കസ്റ്റമറിൽ നിന്ന് കസ്റ്റമറിലേക്ക് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ 2-3 ഇൻവോയ്സസ് ഇതേ പെർട്ടിക്കുലർ പേഴ്സണിന് നമ്മൾ സെൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ 2-3 നമ്മൾ എത്ര ഇൻവോയ്സ് ആണ് റെക്കോർഡ് ചെയ്യുക അത്ര നമ്പർ കാണിക്കും. ഇപ്പൊ ഒരു ഇൻവോയ്സേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് 1 കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇതേ പെർട്ടിക്കുലർ പേഴ്സണിന് ഇതേ കസ്റ്റമറിന് 2 ഇൻവോയ്സ്, ഒരു മാസത്തിൽ 2-3 ഇൻവോയ്സസ് നമ്മൾ ഇഷ്യൂ ചെയ്ത് അത്ര 2-3 സെയിൽ ചെയ്ത് എങ്കിൽ അത്രയും നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ ഇവിടെ 2, 3 അങ്ങനെ നമ്മൾ എത്ര ഇൻവോയ്സ് ആണോ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത്ര നമ്പർ ഇവിടെ കാണിക്കും. ആ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. പ്രോസസ്ഡ് റെക്കോർഡിനുണ്ടാവും. ആ റെക്കോർഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതില് ഡീറ്റെയിൽസ് കാണിക്കും. ഇപ്പൊ ഇൻവോയ്സ് നമ്പർ ഏതാണ്, ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്. ഇപ്പൊ ഈ ഇൻവോയ്സിലാണ് നിങ്ങൾക്ക് എഡിറ്റ് വരുത്തേണ്ടതെങ്കിൽ ഇപ്പൊ ഒരു ഇൻവോയ്സേ കാണിച്ചിട്ടുള്ളൂ, അപ്പൊ അതുകൊണ്ട് ഒരു ഡേറ്റയെ ഇവിടെ കാണിക്കുള്ളൂ. ഇപ്പൊ 2-3 ഇൻവോയ്സ് ഉണ്ടെങ്കിൽ ഇവിടെ താഴെ ഓരോരോ ഡേറ്റാസ് കാണിക്കും. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഇൻവോയ്സ് നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആ സെയിം പേജ് ഓപ്പൺ ആയി കിട്ടും. ഇപ്പൊ ഇവിടെ എന്താണ് എഡിറ്റ് ചെയ്യാനുള്ളത്? ഇതിൽ വ്യൂ ചെയ്യാം. എഡിറ്റ് ചെയ്യാൻ ഇവിടെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ പെൻസിൽ മാർക്ക് കാണുന്നുണ്ടോ? ഓക്കെ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡിലീറ്റ് റെഡ് കളർ ടാബ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഡിലീറ്റ് ആകും. പിന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു വാർണിംഗ് ഇത് വരും. പ്രൊസീഡ് കൊടുത്താൽ ഡിലീറ്റ് ആയി. ക്ലിയർ അല്ലേ? ഓക്കെ. മാഡം പിന്നെ വേറൊരു ഡൗട്ട്, ഇതിനകത്ത് ഒരു സപ്ലയറുടെ ഇത് കാണിച്ചല്ലോ, അപ്പൊ അത് ആഡ് ചെയ്യാനായിട്ടാണെങ്കിൽ അല്ല ഒരു കസ്റ്റമറുടെ കാണിച്ചല്ലോ, ആഡ് ചെയ്യാനായിട്ടാണെങ്കിൽ അതിന്റെ സൈഡിൽ ആഡ് എന്നുള്ളതിൽ തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, അതോ അഡീഷണൽ വീണ്ടും? അതല്ല, നമ്മളിപ്പോ ഒരെണ്ണം ആഡ് ചെയ്തപ്പോ ഒരെണ്ണം കണ്ടല്ലോ, അതിന്റെ സൈഡിലായിട്ട് ഇൻവോയ്സ് ആഡ് എന്നും പറഞ്ഞ് കാണിച്ചല്ലോ. എവിടെ? അതായത് ഇപ്പൊ ഒരാളുടെ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചില്ലേ, ഇപ്പൊ ഒരു 1 ലൈൻ ആയിട്ട് അതിന്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു ആഡ് ഇൻവോയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിലാണോ സെയിം ആളുടെ ആഡ് ചെയ്യേണ്ടത്? അതെ, പിന്നെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ഇൻവോയ്സ് കൊടുക്കുക. ആഡ് റെക്കോർഡ് അതേ ആളുടെ തന്നെ ആഡ് ചെയ്യാനുള്ളതാണോ അത്? അല്ല, പുതിയതാണെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ സെയിം പേഴ്സന്റെ ആണെങ്കിൽ ഇതിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പൊ ഇതില് ഒരിക്കൽ സേവ് എന്ന് കൊടുത്തു ആ. കഴിഞ്ഞാല് എല്ലാ ഇൻഫർമേഷനും കൊടുത്തു കഴിഞ്ഞാൽ സേവ് കൊടുക്കുക. ഞാൻ നേരത്തെ കാണിച്ചല്ലോ. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് പെർസെന്റ് വേണമെങ്കിലും കൊടുക്കുക. അല്ല ഇതേ പെർസെന്റിന് വേറെ ഇൻവോയ്സ് നമ്പർ, വേറെ ഇൻവോയ്സ് ഡേറ്റ് വെച്ചിട്ട് ഇതേ പെർസെന്റ് നിങ്ങൾ സെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും ഇതേ ഡീറ്റെയിൽസ് കൊടുക്കുക. അതേ പെർസെന്റ് GST നമ്പർ കൊടുത്തിട്ട് വേറെ ഇൻവോയ്സ് നമ്പർ, വേറെ ഇൻവോയ്സ് ഡേറ്റ് അതൊക്കെ കൊടുത്തിട്ട് സേവ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓരോ പ്രാവശ്യം ഓരോന്ന് എൻട്രി ചെയ്ത് സേവ് ചെയ്ത് പോകണം ആ അല്ലേ? അതെ, ഓരോ പ്രാവശ്യം സേവ് ചെയ്യണം. ആ മേഡം, നമുക്ക് ഇതിൽ ഡേറ്റ് വൈസ് ആണ് നമ്മ റെക്കോർഡ് ആഡ് ചെയ്യേണ്ടത്. അതെ, ഡേറ്റ് വൈസ് റെക്കോർഡ് ആഡ് ചെയ്യണം. ഫസ്റ്റ് ഇപ്പോ ഈ ഓഗസ്റ്റ് 1 തൊട്ട് ലാസ്റ്റ് വരെ ഏതാണോ ഫസ്റ്റ് വരുന്നത് അങ്ങനെ ഡേറ്റ് വൈസ് തന്നെ ആഡ് ചെയ്യണം. അത് അല്ലാണ്ട് നമ്മളിപ്പോ ഇപ്പൊ എഡിറ്റിന്റെ ഓപ്ഷൻ പറഞ്ഞല്ലോ. ഉം. അപ്പൊ പ്ലസ് എന്ന് പറഞ്ഞ ആഡ് ഇൻവോയ്സും പറഞ്ഞ ഒരു ഓപ്ഷൻ വരുമല്ലോ. എവിടെ? അതായത് നമ്മള് എഡിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ. ആ അപ്പൊ അതിന്റെ അടുത്തായിട്ട് ഒരു പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ ആഡ് ചെയ്യാനായിട്ട്. ഉം അവിടെ അത് കൊടുത്ത് ചെയ്യാൻ ഡിലീറ്റ് ആണ്. പറ്റുമോ? ഡിലീറ്റ് ആയിരുന്നു. ഒന്ന് എഡിറ്റും ഇനി ഒന്ന് ഡിലീറ്റും, രണ്ട് ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ റെഡ് കളറിൽ ഉണ്ടായിരുന്ന ഡിലീറ്റ് ആയിരുന്നു. അതിപ്പോ ഞാൻ കാണിച്ചു തന്നല്ലോ, ഡിലീറ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നെ. ആ ഡേറ്റാസ് ഒക്കെ എൻ്റർ ചെയ്തതൊക്കെ പോയി. ഓക്കെ ഓക്കെ. ഓക്കെ. മേഡം ഇപ്പം അങ്ങനെ പർച്ചേസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് ബൈ മിസ്റ്റേക്ക് ഡിലീറ്റ് ആയെന്ന് തോന്നി നമുക്കത് അൺഡു ചെയ്യാൻ പറ്റുമോ? ഇല്ല, സെയിം വീണ്ടും എൻ്റർ ടൈപ്പ് ചെയ്യാം. ചെയ്യാതെ. പിന്നെയും ഫസ്റ്റിന് എൻ്റർ ചെയ്ത് കൊടുക്കണം. മേഡം നമ്മളിപ്പം പർച്ചേസ് അല്ലേ ഇപ്പം ചെയ്തപ്പോഴുള്ള ഇതല്ലേ ഇപ്പൊ നമ്മൾ GSTR 1 നമ്മൾ ചെയ്തത്? അല്ല, സെയിൽസിന്റെ സെയിൽസ് കസ്റ്റമറിന് വിറ്റപ്പോഴാണോ? കസ്റ്റമറിന്റെ നിങ്ങളുടെ സെയിൽസ് ആണ് GSTR 1 കാണിക്കുക. ഇനി അതേപോലെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴോ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് എവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വരികയാണെങ്കിലോ പർച്ചേസ് ചെയ്താല് അത് നെക്സ്റ്റ് 3Bയിൽ കാണി. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, 2B 2A അത് ഓട്ടോമാറ്റിക്. ഇപ്പൊ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തി GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആളാണെങ്കിൽ അവരുടെ സെയിൽസ് അവര് ഇതിൽ GSTR 1 റിട്ടേൺ ഫയലിംഗ് ചെയ്യും. 11th ആ വ്യക്തി റിട്ടേൺ ഫയലിംഗ് കാണിക്കുമല്ലോ. അപ്പോൾ അത് ആ റിട്ടേൺ ഫയലിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ പർച്ചേസ് ബുക്കിൽ കാണിക്കും. ഇതുവരെ പറഞ്ഞു തന്നത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? B2B എൻട്രീസ് ക്ലിയർ ആണ്. ഓക്കെ. ഇനി B2C ലാർജ്. ഇതില് B2C ലാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവോയ്സിൽ നിങ്ങൾ ബിസിനസ് ടു കസ്റ്റമർ ആണ് B2Cന്റെ ഫുൾ ഫോം. ബിസിനസ് ടു കസ്റ്റമർ നിങ്ങൾ എന്തെങ്കിലും സെയിൽസ് ചെയ്യണമെങ്കിൽ, അതായത് സെയിൽ ചെയ്യുന്ന സപ്ലയർ രജിസ്റ്റേർഡും പർച്ചേസ് ചെയ്യണ ആള് അൺരജിസ്റ്റേർഡും ആണെങ്കിൽ അത് B2C സെയിൽസ് എന്ന് പറയും. ഇതിൽ ലാർജ് എന്ന് പറയുന്നത് നിങ്ങൾ സെൽ ചെയ്യണ വാല്യൂ, ഒരു ഇൻവോയ്സിന്റെ വാല്യൂ 2.5 lakhsനെ എക്സീഡ് ചെയ്യണമെങ്കിൽ ഈ B2C ലാർജിൽ അത് കാണിക്കണം. ക്ലിയർ ആണോ? സ്റ്റേറ്റിന്റെ പുറത്തുമായിരിക്കണ്ടേ? യെസ്. അതെ, സ്റ്റേറ്റിന് പുറത്തായിരിക്കണം, അല്ലെങ്കിൽ വാല്യൂ 2.5 lakhsന് എക്സീഡ് ആവണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നല്ല, ഇത് രണ്ടും ഇതാവണം. ഇപ്പൊ സ്റ്റേറ്റിന് പുറത്ത് മാത്രമാണെങ്കിൽ 2.C അതർസിൽ കാണിക്കാം. ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ 2. ഇതിൽ രണ്ട് ഇതുണ്ട്. B2C ലാർജ് എന്നുണ്ട്, B2C അതർസ്, രണ്ട് ഇതുണ്ട്. ഹലോ, ക്ലിയർ ആണോ? മാഡം B2C ലാർജ് ആകുമ്പോൾ ഒരു സിംഗിൾ ബില്ലാണ് 2.5 വരേണ്ടത്. അതെ, ഒരു ഇൻവോയ്സ് 2.5 lakhന് എക്സീഡ് ആവുകയാണെങ്കിൽ B2C ലാർജിന് കാണിക്കണം. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയും പിന്നെ B2C 2.5 lakhന് കൂടുതലും ആവുകയാണെങ്കിൽ. ഇപ്പോൾ B2C ലാർജില് സെയിം അതേപോലെ ആഡ് റെക്കോർഡ്സിന് കൊടുക്കുക. എന്നിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ, നിങ്ങൾ ഏത് സ്റ്റേറ്റിലേക്കാണോ സപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പൊ കർണാടക കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻവോയ്സ് വാല്യൂ നേരത്തെ കാണിച്ചതുപോലെ ഇൻവോയ്സ് എടുത്ത് നോക്കി നിങ്ങൾക്കറിയാം ഇൻവോയ്സ് നമ്പർ ഏതാണെന്ന് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അതുപോലെ ഇൻവോയ്സ് നമ്പർ, പിന്നെ ഇൻവോയ്സ് ഡേറ്റ്, അതെല്ലാം ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചിരുന്നു ഏതാണ് ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ് എന്നൊക്കെ. അതുപോലെ കൊടുക്കുക. പിന്നെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ അതും ഞാൻ പ്രീവിയസ് ഇതിൽ കാണിച്ചിരുന്നു. പിന്നെ അതേപോലെ പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് ആണോ ടാക്സ് കളക്ട് ചെയ്യണത് ആ പെർസെൻറ്റേജിന്റെ നേരെ ടാക്സബിൾ വാല്യൂ നിങ്ങളുടെ അതും ഞാൻ ആ ഇൻവോയ്സിൽ കാണിച്ചു തന്നിരുന്നു. ടോട്ടൽ വാല്യൂ ഏതാണ്, ടാക്സബിൾ വാല്യൂ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ഇൻവോയ്സ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഈ ടോട്ടൽ വാല്യൂ പറയുന്നത് ടോട്ടൽ ഇൻവോയ്സിന്റെ വാല്യൂ, ടാക്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള വാല്യൂ ടോട്ടൽ വാല്യൂ.
ടാക്സിബിൾ വാല്യൂ പറഞ്ഞാൽ ടാക്സ് ഇൻക്ലൂഡ് ആവാണ്ട് പ്രോഡക്റ്റിന്റെ മാത്രമുള്ള വാല്യൂ. സെയിം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ മാം ഇതിനെ ഓരോ പ്രൊഡക്റ്റ് പറയൂ. ഓരോരോ പ്രൊഡക്റ്റിന്റെയും ടാക്സ് പെർസെന്റേജ് നമ്മുടെ മെറ്റീരിയൽസിന്റെ പെർസെന്റേജ് എവിടെന്നാ മനസ്സിലാക്കുന്നത്? അത് ഇൻവോയ്സിൽ ഉണ്ടാവും. ഓരോ പ്രോഡക്റ്റിന്റെയും പെർസെൻറ്റേജ് എത്രയാണോ അത് ഇതിൽ ഒരു പ്രോഡക്റ്റേ കൊടുത്തിട്ടുള്ളൂ 18%. ചില പ്രോഡക്റ്റിന്റെ 2-3 ഇതിൽ കാണിക്കും. ഇപ്പൊ റേറ്റ് 5%, 0%, അത് എങ്ങനെയാണോ കൊടുത്തിരിക്കുക. ഇപ്പോൾ ഒരു 3 പ്രോഡക്റ്റ് 5%ന്റെ ഉണ്ടെങ്കിൽ ആ 5% ഉള്ള 3 പ്രോഡക്റ്റിന് ടാക്സബിൾ വാല്യൂ ആഡ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പൊ അതേപോലെ 2-3 ഇത് ഉണ്ട്. ഇപ്പൊ ഈ ഇൻവോയ്സിൽ 18% ഒന്നേ ഉള്ളൂ. അതേപോലെ ചില ഇൻവോയ്സിൽ ഒരുപാട് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ചില പ്രോഡക്ട്സ് 5% ആയിരിക്കും, ചിലത് 0% ആയിരിക്കും, ചിലത് 12 ആയിരിക്കും. അങ്ങനെ പല റേറ്റിന്റെ മിക്സ് ആയിട്ടുള്ള ഇതുണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ 5%ന്റെ എത്ര പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ആ 5% ഉള്ളത് മാത്രം ഈ ടാക്സബിൾ വാല്യൂ ആഡ് ചെയ്യുക. എന്നിട്ട് ആ ടോട്ടൽ വാല്യൂ ഇവിടെ എൻ്റർ ചെയ്യുക. 5%ന്റെ നേരെ ആ ടോട്ടൽ വാല്യൂ എത്ര പ്രോഡക്റ്റ് 5%ന്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് എല്ലാത്തിൻ്റെയും ടാക്സബിൾ വാല്യൂ മാത്രം എൻ്റർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് ഇപ്പോൾ Summary ആണോ? സമ്മറി ആണോ ഉദ്ദേശിച്ചത് മാം? സമ്മറി അല്ല. ഇപ്പോ ഇതില് ഈ ഇൻവോയ്സിൽ ഒരേ ഒരു പ്രോഡക്റ്റ് മാത്രമേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ, അതിന്റെ വാല്യൂ 18% ആണ്. ഇപ്പൊ അതേ 2-3 പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവോയ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് എങ്കിൽ മനസ്സിലാവുണ്ട്. ഇപ്പൊ 18%ന്റെ പ്രോഡക്റ്റ് മാത്രമേ ഇതിൽ Okay. കാണിച്ചിട്ടുള്ളൂ. ഇപ്പൊ ചില ഇൻവോയ്സിൽ ചിലതിൽ കുറച്ച് 5%ന്റെ കുറച്ച് പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടാവും, പിന്നെ ചിലതിൽ 12% ഉണ്ടാവും, ചിലത് 18% ഉണ്ടാവും. അങ്ങനെ മിക്സ് ആയിട്ട് പല പല പെർസെൻറ്റേജിന്റെ പ്രോഡക്റ്റ് ഇത് ഒരു ഇൻവോയ്സിൽ തന്നെ ഉണ്ടാവും. ക്ലിയർ ആണോ? ഓക്കെ. ക്ലിയർ. ഒരു ഇൻവോയ്സിൽ തന്നെ പല റേറ്റിലുള്ള പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ മാഡം. അപ്പൊ ഓരോരോ റേറ്റ് എത്ര പെർസെൻറ്റേജിന്റെ ഒക്കെ ഉണ്ടോ, ഇപ്പൊ 5% ഉണ്ടെങ്കിൽ 5%ന്റെ മാത്രം ടാക്സബിൾ വാല്യൂ ആഡ് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ 6%ന്റെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഏതൊക്കെയാണോ 6%ന്റെ ഇതുള്ളത് അതെല്ലാം ടാക്സബിൾ വാല്യൂ ആഡ് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോന്നും ഓരോ പെർസെൻറ്റേജും 18%ന്റെ ഇപ്പൊ 2-3 പ്രോഡക്റ്റ് 18%ന്റെ ഉണ്ടെങ്കിൽ അത് എല്ലാം കൂടി ആഡ് ചെയ്യുക. 18%ന്റെ ടാക്സബിൾ വാല്യൂ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ടോട്ടൽ വാല്യൂ, ഇൻവോയ്സിന്റെ ടോട്ടൽ വാല്യൂ എന്താണോ എല്ലാം കൂടി ആഡ് ആയിട്ട്, അതായത് നിങ്ങളുടെ ടാക്സും പിന്നെ പ്രോഡക്റ്റ് വാല്യൂ എല്ലാം കൂടി ആഡ് ആയിട്ട് ടോട്ടൽ വാല്യൂ എന്താണോ ഉള്ളത് അത് ഇവിടെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ ഇൻവോയ്സ് വാല്യൂല്. ക്ലിയർ ആണോ? അപ്പൊ 18%ന്റെ 3 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പിന്നെ മൂന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ടോട്ടലാണ് അവിടെ ഉണ്ട്. അതെ. 3 പ്രോഡക്റ്റ് ഇപ്പൊ 18% ഉണ്ടെങ്കിൽ 3ഉം കൂടി ആഡ് ചെയ്യുക. 3 ടാക്സബിൾ വാല്യൂ 3 പ്രോഡക്റ്റിന്റെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ വാല്യൂ ഇവിടെ ഇടണം. ഇവിടെ അങ്ങനെ HSN കോഡ് അത് ഞാൻ നെക്സ്റ്റ് പറഞ്ഞു തരാം. അതിപ്പോഴല്ല, നെക്സ്റ്റ് ടേബിളിൽ വരും അത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആഡ് ആവില്ല, നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ടോട്ടലൈസ് ചെയ്തിട്ട് ആ ഫിഗർ ഇടണം അല്ലേ? അതെ. ഇപ്പൊ ഒരുപാട് മാഡം ഇൻവോയ്സസ് ഇതൊരു ഒക്കെ ഡൗട്ട്. ഉണ്ടെങ്കിൽ പറയൂ. മാഡം ഇപ്പൊ പറഞ്ഞത് B2C ലാർജ് ആണല്ലോ. അപ്പൊ B2C അതേഴ്സിലാണോ ഈ സാധാരണ കസ്റ്റമേഴ്സ് ഇല്ലേ, റെഗുലർ ഈ വാക്കിംഗ് കസ്റ്റമേഴ്സ് ഇല്ലേ നമ്മളുടെ ഷോപ്പിലൊക്കെ ഉള്ള അത് അവർക്ക് ആഡ് B2C ചെയ്യേണ്ടത് അതേഴ്സിലാണോ അതർസില് ഇത് 2.5 ലാക്സിന് കൂടുതൽ ഇൻവോയ്സില് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുടെ മാത്രമാണ് ഉള്ളതും B2C ലാർജിന് വരിക. ഉള്ളതും ഇൻട്രസ്റ്റേറ്റ് അല്ല, ഉള്ളതും. ഇൻഡസ്ട്രിക്ക് അതെ സപ്ലൈ ഉള്ളതും മറ്റേ 2.5 ലക്ഷത്തിന് മേലെ ബില്ലുള്ളതും. അതെ. ഓക്കെ ക്ലിയർ. നോർമൽ വാക്ക് ഇൻ കസ്റ്റമർ ഇവിടെ B2C അതർസിൽ വരും. അത് ഞാൻ കാണിച്ചു തരാം. ഇത് സെയിം ആഡ് റെക്കോർഡ് കൊടുത്താല് അതില് നിങ്ങൾ ഓരോരോ ഇൻവോയ്സ് വൈസ് ചെയ്യണം എന്നില്ല. ഇപ്പൊ ടോട്ടൽ നിങ്ങളുടെ എല്ലാ B2C സെയിൽസ് എന്തൊക്കെയാണോ ഉള്ളത് എല്ലാം ഒരു സൈഡിൽ റെക്കോർഡ് ചെയ്തിട്ട് പ്ലേസ് ഓഫ് സപ്ലൈ മാത്രം ആഡ് ചെയ്യുക. ഇപ്പോ
ഓരോരോ സ്റ്റേറ്റ് വൈസ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ നിങ്ങൾ ജാർഖണ്ഡിലേക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ജാർഖണ്ഡിലേക്ക് മാത്രം നിങ്ങൾ എത്രയാണോ സപ്ലൈ ചെയ്തിട്ടുള്ളത് അതിന്റെ ടോട്ടൽ വാല്യൂ അത് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ടാക്സബിൾ വാല്യൂ എത്രയാണോ അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ടോട്ടൽ ഇപ്പോൾ ഒരു കസ്റ്റമറിനല്ല, ഇപ്പോൾ ഒരു 4-5 കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ജാർഖണ്ഡിൽ ഉണ്ടാവും. അപ്പൊ അവർക്ക് നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആ 5 കസ്റ്റമറിന്റെയും കൂടി ടോട്ടൽ ആയിട്ടുള്ള ടാക്സബിൾ വാല്യൂ. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഒരു മാസത്തെ എന്ന് പറയുമ്പോ ഒറ്റ ഫിഗർ അല്ലേ ഉണ്ടാവുള്ളൂ മാഡം? അതെ, ഒറ്റ ഫിഗർ ആയിട്ട് കാണിക്കണം. അപ്പൊ നമ്മൾ ബില്ല് ഓക്കെ എല്ലാം കൂടെ ഓക്കെ എടുത്തിട്ട് ഓക്കെ. നമ്മൾ ഫിസിക്കലി ആയിട്ട് നമ്മൾ കാൽക്കുലേറ്ററിൽ കൂട്ടിയിട്ട് വാല്യൂ എഴുതിയാൽ മതി അല്ലേ? അതെ, അത് എവിടെ നമ്മളത് അടിച്ചടിച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഓരോരോ ഇതായിട്ട്. ഓരോരോ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ഏത് സ്റ്റേറ്റിലേക്കാണ് സെൽ ചെയ്യുന്നത്? ഇപ്പൊ നാഗാലാൻഡിലേക്ക് സെൽ ചെയ്യുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് ഒരു 10 കസ്റ്റമറിന് നിങ്ങൾ ഒരു മാസം 10 കസ്റ്റമർ നാഗാലാൻഡിലേക്ക് സെൽ ചെയ്തു. ആ നാഗാലാൻഡിലേക്ക് ഓക്കെ സെൽ ഓക്കെ. ചെയ്ത എല്ലാ ടോട്ടൽ വാല്യൂനെ ആഡ് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ടാക്സബിൾ വാല്യൂ. ഓക്കെ ഓക്കെ ടാക്സ് മനസ്സിലായി ഇൻക്ലൂഡ് മനസ്സിലായി. ചെയ്യാണ്ട് ഉള്ള വാല്യൂ. എന്നിട്ട് അത് എത്ര പെർസെൻറ്റേജ് ആണ് ടാക്സ് റേറ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രമല്ല, ലൊക്കേഷൻ മാത്രമല്ല, സ്റ്റേറ്റ് മാത്രമല്ല, പെർസെൻറ്റേജും ആണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നാഗാലാൻഡിലേക്ക് നിങ്ങൾ 18% ടാക്സ് റേറ്റ് ഉള്ള പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ നാഗാലാൻഡ് ലൊക്കേഷനിൽ 18% ടാക്സ് റേറ്റ് ഉള്ള പ്രോഡക്റ്റിന്റെ ടോട്ടൽ വാല്യൂ നിങ്ങളൊരു എക്സൽ ഷീറ്റ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി ഈസി ആവും. അത് ഫിൽറ്റർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്റ്റേറ്റ് വൈസും പെർസെൻറ്റേജ് വൈസും നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. അത് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? ആപ്ലിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട്? ഓഫ്ലൈൻ ടൂൾ ഉണ്ട്. ഓഫ്ലൈൻ ടൂളിൽ നിങ്ങൾക്ക് ഇതിന്റെ തന്നെ CSV ഫോർമാറ്റ് ഉണ്ട്. അത് ഞാൻ ഓഫ്ലൈൻ ടൂൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ. താങ്ക് യു മാഡം. ഓക്കെ, എക്സൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോ നാഗാലാൻഡിന്റെ കൊടുത്തു എക്സാമ്പിൾ. നാഗാലാൻഡിൽ നമുക്ക് 3 ബില്ലുണ്ട്. 3 ബില്ല് ടോട്ടൽ പിന്നെ ഇൻവോയ്സ് വാല്യൂ അടിച്ചു അത് സേവ് ചെയ്തു. അതേ ഇതിൽ തന്നെ നമുക്ക് വേറെ സ്റ്റേറ്റിന്റെ ഉണ്ട്. അപ്പൊ അത് വരുമ്പോ സേവ് ചെയ്ത് നെക്സ്റ്റ് വേറെ ഏതാ സ്റ്റേറ്റ് അത് കൊടുക്കുക. ഇപ്പൊ കേരളത്തിലുണ്ടെങ്കിൽ കേരളത്തിൽ കൊടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ആവണോ? സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഏതാണോ സ്റ്റേറ്റ്, ഇപ്പൊ സേവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഏതാണോ സ്റ്റേറ്റ്, ഇപ്പൊ ഗോവ, ഗുജറാത്ത് കൊടുത്ത് എത്ര ടാക്സബിൾ വാല്യൂ അത് എൻ്റർ ചെയ്യുക. എത്ര പെർസെൻറ്റേജ് ആണ് ടാക്സ് ഇപ്പോൾ ഒരു 5%ന്റെ ടാക്സ് പെർസെൻറ്റേജ് ഉള്ളത് ഗുജറാത്തിലേക്ക് കൊടുത്തു. ടോട്ടൽ എത്ര ആണോ പേ ചെയ്തിട്ടുള്ളത് ഗുജറാത്തിലേക്ക്, പിന്നെ 5% ടാക്സ് വാല്യൂ വരുന്ന പ്രോഡക്റ്റ് ഗുജറാത്ത് സ്റ്റേറ്റിൽ നിങ്ങൾ എത്ര സെയിൽ ചെയ്യേണ്ട അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ വാല്യൂ ടോട്ടൽ ടാക്സബിൾ വാല്യൂ ഇതിൽ എൻ്റർ ചെയ്യുക. ടാക്സ് ഇൻക്ലൂഡ് ചെയ്യാണ്ട് ഉള്ള വാല്യൂ. ക്ലിയർ ആണോ? ഇന്റർസ്റ്റേറ്റ് അത് നമ്മളൊന്നും ചെയ്യണ്ടല്ലോ, അത് ഓൾറെഡി അങ്ങനെ ആയിരിക്കുമല്ലോ. എന്താണ്? അല്ല, ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിലും ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിലും കൊടുക്കുക. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേരള സെലക്ട് ചെയ്യുക. ഇന്റർ സ്റ്റേറ്റും കൊടുക്കാം, ഇൻട്രാ സ്റ്റേറ്റും കൊടുക്കാം, രണ്ടും ഇതിൽ കൊടുക്കാം. B2C ഇത് സ്മോളിനുള്ളത്. B2C S എന്ന് പറഞ്ഞാൽ B2C സ്മോൾ. ലാർജില് ഇൻട്രാ സ്റ്റേറ്റ്, പിന്നെ 2.5 lakhsന് കൂടുതലുള്ള ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസും. ഇതിൽ ഇന്റർ സ്റ്റേറ്റും കൊടുക്കാം, ഇൻട്രാ സ്റ്റേറ്റും കൊടുക്കാം. നിങ്ങളുടെ 2.5 lakhsന് താഴെയുള്ള ഇൻവോയ്സ് വാല്യൂസ് ഒക്കെ ഇവിടെ കൊടുക്കാം. എൻട്രി ആയിട്ട് കാണിക്കാൻ പറ്റുമോ? ഓക്കെ, ഇപ്പോ കേരളത്തിലെ റേറ്റ് 5%ന് ഇപ്പൊ നിങ്ങൾ ഒരു 50,000ന്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. ന്റെ പ്രോഡക്റ്റ് കേരളത്തില് 5% ടാക്സ് റേറ്റ് ഉള്ള ഇതിന് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് കേരള വിത്തിൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് CGST SGST ആറ്റോ പോപ്പുലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ടാക്സ് പെയർ ഉള്ളതും കേരളത്തില്, പ്രോഡക്റ്റ് സെൽ ചെയ്തിരിക്കാൻ കേരളത്തില്. ഇത് സേവ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നിങ്ങൾ സെൽ ചെയ്യണത് ഹിമാചൽ പ്രദേശിലേക്ക് ഒരു 18%ന്റെ പ്രോഡക്റ്റ് ഒരു 25,000 ടോട്ടൽ വാല്യൂല് സെൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് സേവ് ചെയ്തു. ക്ലിയർ ആണോ? മാഡം ഒരു ഡൗട്ട് മാഡം തൊട്ട് മേളിൽ കിടക്കുന്ന ഈ സപ്ലൈ എലിജിബിലിറ്റി ബി അത് നമ്മൾ ആക്റ്റീവ് ആക്കണ്ടേ?
ഇല്ല, അത് ഇപ്പോ ഇതിൽ കൊടുത്തിട്ടുള്ളതല്ലാണ്ട് 65% ചില ഇതുണ്ടാവും. അത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. 65% അത് ചില പ്രോഡക്ട്സിനെ വരുള്ളൂ, എല്ലാത്തിലും അത് ആപ്ലിക്കബിൾ ആവില്ല. അപ്പൊ അതിന്റെ ആവശ്യമില്ല. മാഡം ഒരു ഡൗട്ട് എങ്ങനെ മേഡം അത് മനസ്സിലായില്ലേ പറഞ്ഞത്? അത് Is the supply is a supply eligible to be taxed in the different percentage. ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന സാധാരണ GST വരുന്ന പ്രോഡക്ട്സ് ഒക്കെ ഈ പെർസെൻറ്റേജിനുള്ളിലേ വരുള്ളൂ. 0%, 1%, 3%, അങ്ങനെ ഈ പെർസെൻറ്റേജിൽ സാധാരണ വരുള്ളൂ. ഇപ്പൊ ഇതൊന്നും കൂടാതെ ഏതെങ്കിലും വരികയാണെങ്കിൽ അത് 65% മാത്രമേ ഉണ്ടാവുള്ളൂ. അത് റെയർ ആണ്, അങ്ങനെ അധികം പ്രോഡക്ട്സ് ഒന്നും വരില്ല. 65% ചില ഡിഫറൻഷ്യൽ പെർസെൻറ്റേജ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മേഡം ഒരു ഡൗട്ട്. ആ അതായത് നമ്മ ഒരു സ്റ്റേറ്റിലേക്ക് തന്നെ ഡിഫറെന്റ് ടാക്സ് റേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് എൻ്റർ ചെയ്യണം. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ നേരത്തെ ഇതില് ഏത് സ്റ്റേറ്റിലായിരുന്നു ഞാൻ എൻ്റർ ചെയ്തത്? ഹിമാചൽ പ്രദേശില്. ഹിമാചൽ പ്രദേശ് ഇപ്പൊ 18% കാണിക്കാം. ഓക്കെ. ഒരു 15,000 പ്രോഡക്റ്റ് സേവ് ചെയ്യാം. ഓൾറെഡി 18% കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എറർ കാണിക്കും. സെയിം പെർസെൻറ്റേജ് ആണ് കൊടുത്തതെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് വരും. അപ്പൊ ഞാൻ പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഇത് ഡിഫറെന്റ് സ്റ്റേറ്റ് ആയതുകൊണ്ട് IGST മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഞാൻ നേരത്തെ കേരള കൊടുത്തു, അപ്പൊ ഇവിടെ CGST SGST കാണിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ആദ്യം കേരള കൊടുത്തപ്പോ CGST SGST കാണിച്ചിരുന്നു. ഇപ്പൊ ഡിഫറെന്റ് സ്റ്റേറ്റ്, ഹിമാചൽ പ്രദേശ് വേറെ സ്റ്റേറ്റ് ആയതുകൊണ്ട് IGST കാണിക്കുന്നത്, ഇന്റർ സ്റ്റേറ്റ് ആയതുകൊണ്ട്. മാഡം ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ? ടാക്സബിൾ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നതല്ലേ? അത് ആഡ് ചെയ്ത് അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അതാണ് ഞാൻ പറയാം, എക്സൽ ഷീറ്റ് യൂസ് ചെയ്തിട്ട് എല്ലാ എൻട്രീസും ഒരു ഭാഗത്ത് നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചാല് അന്നുള്ള എൻട്രി അന്നെ ഒരു എക്സൽ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതാണ് ഒരു ഈസി മെത്തേഡ്. ഇപ്പൊ എവരിഡേ അന്നുള്ളത് എൻറ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ എന്തെങ്കിലും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യല്ലോ ബിസിനസ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്നിട്ട് അതിൽ ഫിൽറ്റർ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റ് വൈസ് ഫിൽറ്റർ ചെയ്തെടുക്കുക. സ്റ്റേറ്റ് വൈസും പെർസെൻറ്റേജ് വൈസും ഫിൽറ്റർ ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. ടോട്ടൽ വാല്യൂ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. മെയിൻ നിങ്ങൾ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് മിസ്റ്റേക്ക് വരാണ്ടിരിക്കാനുള്ള ഒരു ഈസി മെത്തേഡ്. പിന്നെ ടാലി അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ JSON ഫയലിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്താൽ ഈസി ആയിട്ട് ഒരുപാട് എൻട്രീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓഫ്ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. അത് ഞാൻ നെക്സ്റ്റ് ഓഫ്ലൈൻ ടൂളിന്റെ കാണിച്ചു തരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ മാഡം. ഓക്കെ മാഡം നമുക്കിപ്പോ സ്മോള് മാത്രം അതേഴ്സ് മാത്രം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി ഉള്ളതെല്ലാം കേറിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ബാക്കിയുള്ള ടേബിളിലെല്ലാം കേറിയിട്ട്? ഇല്ല, വേണ്ട. അപ്പൊ അത് മാത്രം ചെയ്താൽ മതി. അത് മാത്രം എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി, അല്ലാതെ അതിനകത്തൊന്നും സേവ് അല്ലെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞ് കംപ്ലീറ്റ് അങ്ങനെ ഒന്നും ചെയ്യണ്ട? ഇല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല.